കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. 7 സഭകളുടെ ദൂതുകൾ, ക്രിസ്തീയ സഭയുടെ ചരിത്രം നമ്മുടെ കർത്താവ് പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ അപഗ്രഥിച്ച് നാം പഠിക്കുകയായിരുന്നു. കർത്താവിന്റെ കൃപയാൽ 7 സഭകളുടെ ദൂത് നമ്മൾ ശ്രദ്ധിച്ച് അതിന്റെ പഠനം അവസാനിപ്പിക്കുവാൻ കർത്താവ് ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 2 ക്ലാസ്സുകൾ കൂടെ ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും കൂടെ ഉൽപ്രാവണത്തിന്റെ ശേഷം ഇവിടെ ശേഷിക്കുന്ന സഭകൾ ഒന്നിക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലെ മർമ്മം മഹ്ദിയാം ബാബിലോണെ കുറിച്ച് കൂടെ 2 ക്ലാസ്സുകൾ എടുത്ത ശേഷം ഞാൻ ഈ പഠനം അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു അപ്പസ്തോല പ്രവൃത്തികളിൽ സഭയുടെ ആദ്യത്തെ 30 വർഷത്തിന്റെ ചരിത്രമുണ്ട്. പിന്നീടുള്ള ചരിത്രം 7 സഭകളുടെ ദൂതിൽ കർത്താവ് കൊടുക്കുന്നു. എഫെസോസ് സഭയുടെ കാലയളവ് തുടങ്ങി ലവോദിക്യ കാലയളവ് വരെ സഭയുടെ ആരംഭം തൊട്ട് അവസാനം വരെയുള്ള ആത്മീകമായ നിലവാരത്തെ വളരെ വ്യക്തമായി ഘട്ടം ഘട്ടമായി വെളിപ്പെടുത്തുന്ന ഭാഗമാണ് 7 സഭകൾക്ക് ദൂത് കൊടുത്തിരിക്കുന്നത്. 7ാമത്തെ സഭയുടെ ദൂത് ലവോദിക്യ കാലയളവാണ്. നമ്മൾ 1-2 ക്ലാസ് കൊണ്ട് അത് വിശദമായി പരിശോധിക്കുകയുണ്ടായി. കാലം അതിൻ്റെ അന്ത്യത്തിലെത്തി. ഈ ലവോദിക്യ കാലയളവ് കഴിഞ്ഞാൽ പിന്നീട് സഭയെക്കുറിച്ച് നമുക്ക് പരാമർശം കാണാനായിട്ട് കഴിയുന്നില്ല. സഭ എന്ന വാക്കല്ല, സഭയുള്ള പരാമർശം പിന്നീട് കാണുന്നത് 19-ാം അധ്യായത്തിലാണ്. അതായത് 2-3 അധ്യായം കഴിഞ്ഞാൽ മഹോപദ്രവ കാലഘട്ടമാണ് പിന്നീട് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ചരിത്രം. ഈ ഉപദ്രവ കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കും? 3 വിധമായ ന്യായവിധി ഭൂമിയിൽ പകരും ദൈവം. ആദ്യം 7 മുദ്രകൾ പൊട്ടിക്കുമ്പോഴുള്ള ന്യായവിധി, 7ാമത്തെ മുദ്രയിൽ നിന്ന് 7 കാഹളങ്ങൾ ഊതുമ്പോഴുള്ള ന്യായവിധി, 7ാമത്തെ കാഹളം ഊതുമ്പോൾ 7 ക്രോധകലശങ്ങൾ ഒഴിക്കുമ്പോഴുള്ള ന്യായവിധി, 7ാമത്തെ ക്രോധകലശം ഒഴിച്ചു കഴിയുമ്പോൾ അതോടുകൂടെ ദൈവക്രോധം തീർന്നതായി വായിക്കുന്നു. അപ്പൊ മഹോപദ്രവ കാലഘട്ടം ദൈവത്തിന്റെ കോപം ഈ ഭൂമിമേൽ ചൊരിയുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ സഭ ഇവിടെ ഇല്ല. സഭയുടെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വളരെ വ്യക്തമായി ആ 4-ാം അധ്യായം തുടങ്ങി 19-ാം അധ്യായത്തിന്റെ മധ്യഭാഗം വരെ സഭയെന്ന പരാമർശം കാണാത്തത്. എന്നാൽ 7ാമത്തെ സഭയ്ക്ക് ദൂത് കൊടുത്തു. ആ ദൂത് നമ്മൾ കാണുകയുണ്ടായി. ലവോദിക്യ സഭയ്ക്കുള്ള ദൂതാണ്. രക്ഷിക്കപ്പെടാത്തവരുടെ കൂട്ടമാണ് അതെന്നുള്ളത് നമ്മൾ വ്യക്തമായി കാണുകയുണ്ടായി. ഇനി അതിന്റെ പഠനത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ വായിൽ നിന്ന് ഉമിണ്ണു കളയും. ഐ വിൽ സ്പ്യൂ ദി ഔട്ട് ഓഫ് മൈ മൗത്ത്. അതായത് അവൻ തൻ്റെ ജനത്തെ ചേർക്കുമ്പോൾ, മധ്യാകാശത്തിലേക്ക് തൻ്റെ ജനത്തെ ഉൽപ്രാവണത്താൽ എടുത്തുകൊള്ളുമ്പോൾ, ഫിലദൽഫിയ സഭയോട് പറഞ്ഞു, ഭൂമിയിലെങ്ങും വരുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഐ വിൽ കീപ് യു ഔട്ട് ഓഫ് ദ ട്രയൽ ദാറ്റ് ഈസ് ഗോയിങ് ടു കം ഓൺ ദ ഹോൾ വേൾഡ്. ലോകത്തിൽ ആഗോളം വരുന്ന ഒരു മഹോപദ്രവ കാലഘട്ടത്തിൽ നിന്നെ ഞാൻ സൂക്ഷിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ലവോദിക്യ സഭയോട് പറഞ്ഞു, നിന്നെ ഞാൻ ഉമിണ്ണുകളയും എന്ന് പറഞ്ഞു. ആ ലവോദിക്യ ക്യാരക്ടർ രക്ഷിക്കപ്പെടാത്തവരുടെ കൂട്ടമാണ്. അവിടെ നിന്ന് പഠനം നടത്തിയത് കൊണ്ട് നാം ഇനി വിശദമായി പഠിക്കാനായിട്ട് പോകുന്നില്ല. അവരെ ഉമിണ്ണുകളെയും, മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഉൽപ്രാവണത്തിൽ കൈവിടുന്നവരെയാണ് അവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. 2 പേര് കിടക്കയിലായിരിക്കും, ഒരാളെ കൈക്കൊള്ളും, ഒരാളെ ഉപേക്ഷിക്കും. 2 പേര് തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാളെ കൈക്കൊള്ളും, ഒരാളെ ഉപേക്ഷിക്കും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് എടുത്തുകൊള്ളുമ്പോൾ രക്ഷിക്കപ്പെടാത്തവരെ ഈ ലോകത്തിൽ തള്ളിക്കളയും. നമുക്ക് അതോടുള്ള ബന്ധത്തിൽ ഇനിയും ശേഷിക്കുന്ന സഭകൾ, അതായത് ഉൽപ്രാവണം കഴിയുമ്പോൾ നമ്മൾ ഓർക്കണം, ഉൽപ്രാവണത്തിൽ പ്രോട്ടസ്റ്റന്റ് സഭകളിൽ നിന്നും കാത്തലിക് ചർച്ചസിൽ നിന്നും ഓർത്തഡോക്സ് സഭകളിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമുണ്ട്. അതിനെക്കുറിച്ച് വിവാദപരമായതിനാൽ ഇപ്പൊ നമ്മൾ വിശദമായി ഒന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ ഓർക്കണം, എല്ലാ സഭകളിലും രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമുണ്ട്. ത്വൈതര സഭയുടെ ആ ദൂത് കൊടുക്കുമ്പോഴും നമുക്കറിയാം, അന്ന് കാത്തലിക് ചർച്ച് മാത്രമേ ഉള്ളൂ. അവിടെ
ഇതിന്റെ ആഴങ്ങൾ അറിയാത്ത, സാത്താന്റെ ആഴങ്ങൾ അറിയാത്ത കുറെ പേർ അവിടെ ഉണ്ട്. അവർക്ക് വേറെ ഒരു ഭാരം കൊടുക്കുന്നില്ല എന്ന് കർത്താവ് പറയുകയുണ്ടായി. സോ ആ ദ്വൈതര കാലയളവിൽ, അതായത് കാത്തലിക് ചർച്ച് മാത്രമുള്ള ഒരു കാലയളവിലും there was a remnant for God in this world. ദൈവത്തിന് ഒരു ചെറിയ റെമനന്റ് ഉണ്ടായിരുന്നു. അവരുടെ മധ്യത്തിലും രക്ഷിക്കപ്പെട്ട ഒരു ചെറിയ കൂട്ടമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ സഭകളിലും രക്ഷിക്കപ്പെട്ടവരുടെ ഒരു സമൂഹമുണ്ട്. അവരുടെ എണ്ണത്തിന് കുറച്ചിലും അല്ലെങ്കിൽ കൂടുതലും ഒക്കെ ഉണ്ടായേക്കാം. സഭ എന്നുള്ളത് വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. എന്നാൽ സഭാ കാലയളവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജയിക്കുന്നവൻ 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 എന്ന് ഈ സഭകൾക്ക് ദൂത് കൊടുക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്. ആ ജയാളികൾ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചവർ, അന്ന് അവിടെ നടക്കുന്ന ദുരാചാരങ്ങളിലും ദുരുപദേശങ്ങളിലും പെട്ടുപോകാതെ തങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കുന്നവരാണ് ഈ ജയാളികൾ. നമ്മൾ ഓർക്കണം, ഫിലദൽഫിയ സഭയോട് പറയുമ്പോഴും നോക്കുക, ഒരു കുറ്റവും പറയാത്ത ഫിലദൽഫിയ സഭയോട് പറയുമ്പോഴും അവിടെ ജയാളികൾ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ജയാളികളായി തീരണം. ആ ജയാളികൾ എന്ന് പറയുന്നത് ആ കാലയളവിൽ കർത്താവിനോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുന്ന രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. എന്നാൽ നമുക്ക് ഇനിയുള്ള വിഷയത്തിലേക്ക് വരാം. ഈ റാപ്ചറിൽ ദൈവജനം എടുത്തുകൊള്ളപ്പെടുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ സഭകളിലൊക്കെ there will be millions of people left in the churches. ഈ ലോകത്തിൽ കാണുന്ന സഭകളിൽ മില്യൺസ്, ലക്ഷങ്ങൾ കൈവിടപ്പെട്ട് ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും. അവർ കൈവിടപ്പെട്ടു എന്നൊന്നും അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ ഇതുള്ള ബന്ധത്തിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 13-ഉം 14-ഉം വാക്യത്തിൽ കർത്താവ് പറഞ്ഞ വാക്ക് നോക്കിക്കാട്ടെ. ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു. എന്നാൽ അടുത്തായിട്ട് പറഞ്ഞു, ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. അപ്പോൾ നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലമാണ്, അതിലൂടെ കടക്കുന്നവർ അനേകരാണ്. എന്നാൽ ജീവനിലേക്ക് കടക്കുന്ന വഴി ഇടുക്കവും ഞെരുക്കമാണ്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ആ ഭാഗത്ത് നിന്ന് ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചോട്ടെ. ഏത് കാലത്തും ക്രിസ്ത്യ സമൂഹത്തിൽ അല്ലാതെയും നാശത്തിലേക്ക് പോകുന്നവരുടെ എണ്ണമാണ് കൂടുതൽ. ഇവിടെ കർത്താവ് പറഞ്ഞതുപോലെ വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവരെ അനേകരാണ്, ലോട്ട് ഓഫ് പീപ്പിൾ. എന്നാൽ ജീവനിലേക്ക് കടക്കുന്നവർ ചുരുക്കമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ രക്ഷിക്കപ്പെടാത്തവരുടെ സമൂഹം വലിയൊരു സമൂഹം, രക്ഷിക്കപ്പെട്ടവർ ചുരുക്കമാണ്. ഈ രക്ഷിക്കപ്പെട്ടവരെ എടുത്തുകൊള്ളപ്പെടത്തുള്ളൂ. ഇനി നമ്മൾ ഓർക്കാം അതിന്റെ 21-ാം വാക്യം. ഇങ്ങനെ കൈവിടപ്പെട്ടവരാണ് ആ കർത്താവ് മടങ്ങി വരുമ്പോൾ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. മത്തായി 25-ന്റെ 31 തൊട്ടുള്ള വാക്യമാണ്. 21-ാം വാക്യത്തിൽ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്വനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്തെ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അനേകർ കൈവിടപ്പെടും. അവരെ യേശുക്രിസ്തുവിനെ കർത്താവേ കർത്താവേ എന്നൊക്കെയാ വിളിച്ചത്. കാരണം താഴെ നാം വായിക്കുന്നു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ ചെയ്തു. നോക്കുക, കർത്താവേ കർത്താവേ എന്ന് എന്നോട് പറയുന്നവരല്ല, എന്നാൽ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായേക്കാം. ഇവിടെ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ, അപ്പൊ ചെയ്തിട്ടാണോ നിത്യജീവനിലേക്ക് കടക്കുന്നത്, സ്വർഗരാജ്യത്തിലേക്ക് കടക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടായേക്കാം. അതിന് മറുപടി കൂടെ ഞാൻ ചൂണ്ടിക്കാണിച്ചോട്ടെ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം, അവിടെ നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കിനുള്ള ബന്ധത്തിലാണ്. എന്താണ്? കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. എന്താണ് ആ ചെയ്യുന്നവൻ? നമുക്കറിയാം, പ്രവൃത്തിയാൽ അല്ല രക്ഷ. എന്നാൽ ഇവിടെ എന്താണ് കർത്താവ് ആ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞത്? യോഹന്നാൻ 6-ന്റെ 28-ഉം 29-ഉം അവനവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനെ നിങ്ങൾ
എന്നതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. എത്ര വ്യക്തമാണെന്ന് നോക്കാട്ടെ. നോക്കുക, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ കടക്കുന്നത്. എന്താണ് ഈ പിതാവിൻ്റെ ഇഷ്ടം? അവനോട് വന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? മനുഷ്യന് എല്ലായ്പ്പോഴും ഉള്ള ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ അവന്റെ മനസ്സിലുള്ള ഒരു ചിന്തയാണ്, ചെയ്ത് പ്രവർത്തിച്ച് അവന് നിത്യജീവന് കൈവശപ്പെടുത്തണം, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കണം. ഇവിടെയും കർത്താവിനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കർത്താവ് എന്താ പറഞ്ഞത്? യേശുവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രയെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ മാനവരാശിയുള്ള ബന്ധത്തിൽ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവം അയച്ച തന്റെ പുത്രനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഒരു വാക്യം കൂടെ ലൂക്കോസിന്റെ സുവിശേഷം 6:46 വാക്യം നോക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 46-ാം വാക്യം. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് എന്താ നിങ്ങൾ ചെയ്യാത്തത്? പിതാവിന്റെ ഇഷ്ടം എന്താണ്? അവനെ അയച്ചവനിൽ വിശ്വസിക്കണം. അതാണ് പുത്രൻ, അതായത് യേശുക്രിസ്തു മാനവരാശിയോട് പറഞ്ഞത്. എന്നാൽ ഇത് കൈക്കൊള്ളുവാൻ മനുഷ്യന് മനസ്സില്ല. അങ്ങനെ കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ വലിയൊരു സമൂഹം ഈ ക്രിസ്ത്യ സമൂഹത്തിലുണ്ട്. അവർ കൈവിടപ്പെടും എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അവരെ ഉൽപ്രാവണത്താൽ എടുത്തുകൊള്ളപ്പെടത്തില്ല. ലവോദിക്ക സഭയോട് പറഞ്ഞ പോലെ, ഐ വിൽ സ്പ്യൂ thee, ഞാൻ നിന്നെ വായിൽ നിന്ന് ഉമിണ്ടുകളയും എന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ ഉമിണ്ടുകളഞ്ഞവർ എല്ലാം കൂടെ ഒന്നിച്ച് ചേരും എന്നുള്ളത് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. ഇന്ന് സഭകൾ തമ്മിൽ ഭിന്നിപ്പുണ്ട്. കാത്തലിക്സ് ഉണ്ട്, പ്രോട്ടസ്റ്റന്റ്സ് ഉണ്ട്, ഓർത്തഡോക്സ് ചർച്ചസ് ഉണ്ട്. പ്രോട്ടസ്റ്റന്റ്സിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. എന്നാൽ ഈ വിഭാഗീയ ചിന്തകളെല്ലാം മാറി അവരൊന്നായി മാറും. ആ മാറുന്നതാണ് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ കാണുന്ന മർമ്മം മഹദിയാം ബാബിലോൺ, വേശ്യകളുടെ മാതാവ് എന്ന് നമ്മൾ വായിക്കുന്നത്. അവിടെ നമ്മൾ ആ ഭാഗം എടുക്കുമ്പോൾ ഞാൻ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് ആദ്യത്തെ 3 വാക്യം ഒന്ന് വായിക്കാം. റെവലേഷൻ ചാപ്റ്റർ 17, വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം എടുക്കാം. ഈ 17-ാം അധ്യായം നമുക്ക് വ്യക്തമായിട്ട് അറിയാം, സഭ മാറ്റപ്പെട്ട ശേഷം ഈ ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളതൊക്കെ ആരംഭത്തിൽ പഠിച്ചതാണ്. വെളിപ്പാട് പുസ്തകത്തെ 3ആയി തിരിച്ചിട്ടുണ്ട്. 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, നീ കണ്ടത് 1-ാം അധ്യായത്തിൽ പുനരുത്ഥാനം പ്രാപിച്ച കർത്താവിനെ കണ്ടു, മഹത്വപൂർണനായ കർത്താവിനെ കണ്ടു, നീ കണ്ടത് എഴുതാനായിട്ട് പറഞ്ഞു. 1-ാം അധ്യായത്തിൽ എഴുതി. ഇപ്പോഴുള്ളത് 2-3 അധ്യായത്തിലാണ്. സഭാ കാലയളവാണ്. മേലാൽ സംഭവിക്കാനുള്ളത് 4-ാം അധ്യായം തുടങ്ങിയാണ്. അങ്ങനെ 4-ാം അധ്യായം തുടങ്ങി സഭ മാറ്റപ്പെട്ട ശേഷം മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ഈ 17-ാം അധ്യായവും മേലാൽ സംഭവിക്കാനുള്ള ഭാഗമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ നമുക്ക് ആദ്യത്തെ 3 വാക്യം ഒന്ന് വായിക്കാം. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട് സംസാരിച്ച്, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മേലെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ കടിഞ്ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. നമുക്ക് അവിടെ നിന്ന് 1-2 കാര്യങ്ങൾ കൂടെ ഞാൻ ചൂണ്ടിക്കാണിച്ചോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇത് അപ്പോസ്റ്റേറ്റ് ചർച്ചാണ്. എല്ലാ സഭകളിൽ നിന്നും യേശുക്രിസ്തുവുമായിട്ട് ബന്ധമില്ലാത്തവർ കൈവിടപ്പെട്ടിട്ട് അവരാണ് ഈ വ്യക്തികൾ. ഒരു ഭാഗം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. നമ്മൾ മലയാളം ബൈബിളിൽ നിന്നും ഇംഗ്ലീഷ് ബൈബിളും കൂടെ വായിക്കുമ്പോൾ അല്പം വ്യത്യാസം കാണാം. നമ്മൾ മലയാളം ബൈബിളിൽ വായിക്കുന്നു, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തൻ്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കി. എന്നാൽ അല്പം വ്യത്യാസമുണ്ട് ഇംഗ്ലീഷ് ബൈബിളിൽ. എന്നാൽ ആ ഇംഗ്ലീഷ് ബൈബിളിൽ ആ വ്യത്യാസം
വലിയ ചില ചിന്തകൾ നമുക്ക് തരുന്നുണ്ട്. ആ 17-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഇംഗ്ലീഷ് ബൈബിളിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. With whom the kings of the earth committed fornication, and the inhabitants of the earth were made drunk with the wine of her fornication. അവളുടെ അഡൾട്ടറി, അതായത് അവളുടെ വേശ്യാവൃത്തി എന്നാണ് മലയാളത്തിൽ. ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത് ഒരു അഡൾട്ടറി, വേശ്യാവൃത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, അത് ഒരു വേശ്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡൾട്ടറി എന്ന് പറയുന്നത് ഒരു വിവാഹിതയായ സ്ത്രീ ചെയ്യുന്ന പാപമാണ്. എന്നാൽ ഭർത്താവുമായിട്ട് ബന്ധമില്ലാത്തൊരു സ്ത്രീ ചെയ്യുന്ന പാപമാണ് ഫോർണിക്കേഷൻ. ഇവിടെ ഇംഗ്ലീഷിൽ ആ 2-ാം വാക്യത്തിൽ 2 പ്രാവശ്യം ഫോർണിക്കേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തുവായിട്ട് ബന്ധമില്ലാത്തവരാണ് ഇവർ. നോക്കുക, നമ്മൾ വളരെ വ്യക്തമായി 2 കൊരിന്ത്യർ 11:2 വായിക്കുന്നുണ്ട്, നമ്മളെ നിർമ്മല കന്യകയായി യേശുക്രിസ്തുവിന് വിവാഹ നിശ്ചയം ചെയ്തവളാണ്. 19-ാം അധ്യായത്തിൽ വരുമ്പോൾ അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, ഹിസ് ബ്രൈഡ്. അത് നമ്മളാണ്, രക്ഷിക്കപ്പെട്ട ദൈവജനമാണ്. നോക്കുക, എല്ലാ സഭകളിലും ഉണ്ട് രക്ഷിക്കപ്പെട്ടവർ. ആ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് യേശുക്രിസ്തുവിന്റെ നിർമ്മല കന്യകൾ. അവരെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ 19-ാം അധ്യായത്തിൽ ഹിസ് ബ്രൈഡ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ വായിക്കുന്നു, യേശുക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇവരെ രക്ഷിക്കപ്പെട്ടവരല്ല. ഈ രക്ഷിക്കപ്പെടാത്തവരായതുകൊണ്ടാണ് അവരുടെ പേര്, അവരുടെ പ്രവൃത്തിക്ക് ഫോർണിക്കേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദുർനടപ്പെന്നാണ്, വ്യഭിചാരം എന്നല്ല. മലയാളത്തിൽ വ്യഭിചാരം എന്നാണ് പറഞ്ഞത്, അത് തെറ്റാണ്, ഫോർണിക്കേഷൻ എന്നാണ്. അത് ഈ ആശയം നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇത് മഹോപദ്രവ കാലഘട്ടത്തിന്റെ സംഭവിക്കുന്ന കാര്യമാണ്. ഇനി അവളെ കുറിച്ച് 6-ാം വാക്യം ഒന്ന് നോക്കിക്കാട്ടെ. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഈ ലോകത്തിൽ അവശേഷിക്കുന്ന ജനങ്ങളിൽ രക്ഷിക്കപ്പെട്ടവരെ അവൾ കൊല്ലുന്നു. ഈ അപ്പോസ്റ്റേറ്റ് ചർച്ച് കൊല്ലുന്നു. ആരാണ് ഈ അപ്പോസ്റ്റേറ്റ് ചർച്ച്? ഇവരാരാണ് എന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. ഇനിയും ഇതോടുള്ള ബന്ധത്തിൽ ഞാൻ ചില കാര്യങ്ങൾ എടുക്കാം. അടുത്ത ആഴ്ചയിലും ആ പഠനം നമുക്ക് തുടരാം. എങ്കിൽ മാത്രമേ ഇതിന്റെ പൂർണ്ണ ചിത്രം നമുക്ക് മനസ്സിൽ അത് കൊണ്ടുവരികയുള്ളൂ. നമ്മൾ പ്രാരംഭമായി മനസ്സിലാക്കുക, ഉൽപ്രാവണം കഴിയുമ്പോൾ ഇവിടെ അവശേഷിക്കുന്ന ക്രിസ്തുവുമായിട്ട് ബന്ധമില്ലാത്ത ഈ സഭാംഗങ്ങൾ എല്ലാം ഒന്നിക്കും. അവരൊന്നിക്കും. കത്തോലിക്കരും പ്രോട്ടസ്റ്റന്റ്സും ആംഗ്ലിക്കലും ഓർത്തഡോക്സും എല്ലാം കൂടെ ഒന്നിക്കും. ആ ഒന്നിക്കുന്നവര് ക്രിസ്തുവുമായിട്ട് ബന്ധമില്ലാത്തവരാണ്. ഫോർണിക്കേഷൻ പാപത്തിന്റെ ചിത്രമാണ് ഇവിടെ തന്നത്. അവര് ഒന്നിക്കും. പക്ഷേ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഈ ഉൽപ്രാവണം കഴിഞ്ഞ ഉടൻ ഇവർ ഒന്നിക്കണമെങ്കിൽ ഇതിനു മുമ്പ് തന്നെ പ്രവൃത്തി ആരംഭിക്കും. നമുക്കറിയാം, ഉൽപ്രാവണം എപ്പോ വേണമെങ്കിലും നടക്കാം. നാം കർത്താവിന്റെ 2-ാം വരവിനുള്ള ബന്ധത്തിൽ, ഉൽപ്രാവണത്തോടുള്ള ബന്ധത്തിൽ വളരെ അടുത്തു വന്നൊരു കാലഘട്ടത്തിൽ ജീവിക്കുകയാണ്. അപ്പോൾ ഉൽപ്രാവണം ഇപ്പൊ ഉടനെ സംഭവിച്ചാൽ ഈ സിസ്റ്റം 17-ാം അധ്യായത്തിൽ കാണുന്ന മർമ്മം മഹദിയാം ബാബിലോൺ ഓവർ നൈറ്റ് കൊണ്ട് അത് ഫോം ചെയ്യുന്നതല്ല. അത് ഫോം ചെയ്യാൻ വേണ്ടി ഇതിന്റെ പുറകിൽ പ്രവൃത്തികൾ ആരംഭിച്ച് കഴിഞ്ഞു. ചില കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. എന്നാൽ എന്താണ് ഇന്ന് അത് ഒന്നിക്കാത്തതിന്റെ കാരണം? അതിന്റെ കാരണം തെസ്സലോനിക്ക ലേഖനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 തെസ്സലോനിയർ, നമുക്ക് അതുകൂടെ ഒന്ന് വായിച്ചിട്ട് വിടാം. 2 തെസ്സലോനിയർ 2-ാം അധ്യായം, 2 Thessalonians chapter 2. അവിടെ അന്തിക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച്, എതിർ ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറയുകയാണ്. അത് പറയുമ്പോൾ അതിന്റെ 6 തൊട്ടുള്ള വാക്യം നോക്കിയാട്ടെ. അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴി നിന്ന് നീങ്ങിപ്പോകാൻ മാത്രം വേണം. അപ്പോൾ അധർമ്മൂർത്തി വെളിപ്പെട്ടു വരും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, എതിർ ക്രിസ്തു വെളിപ്പെടണമെങ്കിൽ ഇവിടെ നിന്ന് തടുക്കുന്നവൻ മാറണം. നമുക്കറിയാം, അത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മ ഭൂമിയിൽ ഉള്ളത് കൊണ്ട് ഈ അന്തിക്രിസ്തുവിന്റെ ഭാര്യ, അല്ലെങ്കിൽ ഈ അപ്പോസ്റ്റേറ്റ് ചർച്ച്, മഹദിയാം ബാബിലോൺ, മിസ്റ്ററി ബാബിലോൺ, അതൊന്നിക്കാതിരിക്കുന്നതിന്റെ കാരണം
അന്ന് ഇന്ന് ചരിത്രത്തിന്റെ പുറകിൽ ഒന്നിപ്പിക്കുവാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങിയാണ്. ഒരുപാട് പേര് ശ്രമിക്കുന്നെങ്കിലും അത് നടക്കാതെ അതിനെ എതിർക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എന്നാൽ ഉൾപ്രാവണത്താൽ പരിശുദ്ധാത്മാവ് മാറ്റപ്പെടുമ്പോൾ, സഭ മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ സംഭവിക്കും. കാരണം എന്താണെന്നറിയാമോ? ഇതിന്റെ സെന്റർ, അതായത് ഈ ആരാധനയുടെ കേന്ദ്രം അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് റോം ആയിരിക്കും എന്നുള്ളത് ഈ അധ്യായത്തിൽ നമുക്ക് സൂചന തന്നിട്ടുണ്ട്. റോം വിൽ ബി ദ സെന്റർ. റോമിന്റെ കീഴിലായിരിക്കും ഇവർ കടന്നു വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഈ അധ്യായത്തിൽ അത് കാണുന്നുണ്ട്, വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്കത് വ്യക്തമായിട്ട് നമുക്ക് നോക്കാം. ഈ റോമ്, അതായത് കഴിഞ്ഞ ഈ റോമൻ കാത്തലിക്സിൽ നിന്ന് നമുക്കറിയാം നവോത്ഥാനം ഉണ്ടായപ്പോൾ ക്രിസ്ത്യ സഭ അതിൽ നിന്ന് പ്രൊട്ടസ്റ്റന്റ് സഭകൾ അതിൽ നിന്ന് വേർപെടുകയാണ്. ഈ പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഇവർ തമ്മിലുള്ള ഫണ്ടമെന്റൽ ഡിഫറൻസ്, ഏറ്റവും വലിയ ഡിഫറൻസ് എന്താ? ഈ കാത്തലിക്സും പ്രൊട്ടസ്റ്റന്റ്സുമായിട്ടുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, റോമൻ കാത്തലിക്സ് പറയുന്നു, അതായത് ആത്മിക അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് സ്പിരിച്വൽ ട്രൂത്ത്, അതായത് ആത്മികമായ സത്യങ്ങൾ പ്രൊട്ടസ്റ്റന്റ്സ് ആളുകൾ പറയുന്നു അത് ബൈബിളിൽ കാണുന്നു. അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ദ സ്പിരിച്വൽ ട്രൂത്ത്, അതായത് ആത്മിക സത്യങ്ങളെ കാണുന്നത് അല്ലെങ്കിൽ അതിന്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ദൈവവചനമാണ്. എന്നാൽ റോമൻ കാത്തലിക് ചർച്ച് അത് സമ്മതിക്കുന്നില്ല. റോമൻ കാത്തലിക് ചർച്ച് പറയുന്നത്, അവര് പറഞ്ഞത് ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. 1567 റോമൻ കാത്തലിക്സിന്റെ കൗൺസിൽ ഓഫ് ട്രെന്റ്, അവരുടെ കൂടിവരവ്, അതായത് ഭരണത്തിന്റെ കൂടിവരവ് നടന്നിട്ട് ഡിക്ലെയർ ചെയ്ത കാര്യം കേട്ടോണം. റോം വിശ്വസിക്കുന്നു, അതായത് ട്രൂത്ത് കൺസേണിങ് സാൽവേഷൻ, രക്ഷയോടുള്ള ബന്ധത്തിൽ ഉള്ള സത്യങ്ങള് അത് തീരുമാനിക്കുന്നത് പോപ്പും സഭയും സഭയുടെ കൗൺസിലുമാണ്. റോമൻ കത്തോലിക്ക സഭ 1564 അവരുടെ റോമൻ കാത്തലിക് കൗൺസിൽ ഓഫ് ട്രെന്റ് അവിടെ കൂടി വന്ന ആ കൂട്ടത്തിന്റെ ശേഷം അവരുടെ ബിഷപ്പുമാരും അവരുടെ ഭരണകർത്താക്കളും ഒക്കെ ചേർന്ന് ഒരു മീറ്റിംഗ് നടന്ന ശേഷം അവർ പ്രഖ്യാപിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, രക്ഷയോടുള്ള ബന്ധത്തിൽ സത്യം, റോമൻ കത്തോലിക്ക സഭ വിശ്വസിക്കുന്നു രക്ഷയോടുള്ള ബന്ധത്തിൽ ആ സത്യങ്ങൾ തീരുമാനിക്കുന്നത് പോപ്പും കത്തോലിക്ക കൗൺസിലുമാണ്. എന്നാൽ പ്രൊട്ടസ്റ്റന്റ് സഭകൾ പൂർണ്ണമായി പ്രഖ്യാപിക്കുന്നു പോപ്പും അതുപോലെ ഈ അവരുടെ സഭാ കൗൺസിലും അല്ല, ഈ രക്ഷയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ബൈബിളിൽ വെളിപ്പെടുത്തിയ സത്യങ്ങളാണ്. വേദപുസ്തകത്തിന്റെ ആധികാരികത ചോദ്യം ചെയ്യുന്നു കത്തോലിക്ക സഭ പറയുന്നു, ഈ അതിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങളെക്കാട്ടിൽ പോപ്പിനും സഭാ കൗൺസിലിനും അധികാരമുണ്ടെന്ന് പറയുന്നു. അവരത് പ്രഖ്യാപിക്കുകയുണ്ടായി. മറ്റൊന്ന് അവർ പറഞ്ഞു, ഒരു രക്ഷിക്കപ്പെടണമെങ്കിൽ, സ്വർഗത്തിൽ പോകണമെങ്കിൽ റോമൻ കത്തോലിക്ക സഭയുടെ സാക്രമെന്റ്, അവരുടെ അനുഷ്ഠാനങ്ങളിൽ, അതായത് കർത്തൃമേശ എന്ന് നമ്മൾ പറയുന്ന അനുഷ്ഠാനം, സാക്രമെന്റ്, അവരുടെ ആ സാക്രമെന്റിൽ പങ്കെടുക്കാതെ, ഈ സഭയുടെ മെമ്പേഴ്സ് അല്ലാതെ ആ കൺഫെഷൻ, ആ ഏറ്റുപറച്ചിലും അതുപോലെ അവസാനത്തെ റൈറ്റ്, അതായത് മരിക്കുന്ന സമയത്ത് അച്ഛന്മാര് നടത്തുന്ന കാര്യങ്ങളും അവര് നടത്തുന്നില്ലെങ്കിൽ വൺ കനോട്ട് ബി സേവ്ഡ്, രക്ഷിക്കപ്പെടാൻ കഴിയില്ല. അപ്പൊ റോമൻ കത്തോലിക്ക സഭ പ്രഖ്യാപിക്കുന്നു, അവരുടെ അംഗങ്ങളായ റോമൻ കാത്തലിക്സിന് മാത്രം ഈ അനുഷ്ഠാനങ്ങൾ, അതായത് കർത്തൃമേശ എന്ന് പറയുന്ന അനുഷ്ഠാനങ്ങൾ, സാക്രമെന്റ്, കൂദാശ, ആ കൂദാശയും കുംഭസാരവും അതുപോലെ മരിക്കുന്ന സമയത്ത് അവസാനമായി നടത്തുന്ന ആചാരങ്ങളിലും പങ്കെടുക്കാത്തവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു.
ഇനിയും പ്രത്യേകം പറയാം. വളരെ ഗൗരവമായി ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമാണ്. റോമൻ കത്തോലിക്ക കാർഡിനൽ, അതായത് പോപ്പിന്റെ താഴെയുള്ളവരാണ് ഈ കാർഡിനൽ ഡി അലൻ ഇങ്ങനെ പ്രഖ്യാപിച്ചു: പ്രൊട്ടസ്റ്റന്റ്സ് ദൈവവചനത്തിന്റെ ബൈബിളിന്റെ ആധികാരികതയിൽ ഊന്നൽ കൊടുക്കുമ്പോൾ ഈ എക്യുമെനിക്കൽ യൂണിയൻ ഉണ്ടാകാനായിട്ട് തടസ്സമാണ്. പറഞ്ഞു നോക്കിക്കാട്ടെ, ഈ കത്തോലിക്ക കാർഡിനൽ പറഞ്ഞ വാക്കാണ്. എന്താ പറഞ്ഞത്? ഈ പ്രൊട്ടസ്റ്റന്റുകാര് വേദപുസ്തകത്തിന്റെ ആധികാരികതയിൽ ഊന്നൽ കൊടുക്കുമ്പോൾ ഈ എക്യുമെനിസം, സഭകളെല്ലാം കൂടെ ഒന്നിക്കുന്നതിന് തടസ്സമുണ്ടാകുന്നു. എന്നിട്ട് അദ്ദേഹം അവിടെ നിർത്തിയില്ല. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: റിഫോർമേഷൻ വാസ് എ പ്രൊട്ടസ്റ്റന്റ് റിവോൾട്ട്. നവോത്ഥാനം എന്ന് പറയുന്നത് ഇതൊരു പ്രൊട്ടസ്റ്റന്റ്സുകാരുടെ റിവോൾട്ട് ആയിരുന്നു, മറുതലിപ്പായിരുന്നു. എന്നിട്ട് അദ്ദേഹം അവരെ വിളിച്ചത് റിബൽസ് എന്നാണ്. പ്രൊട്ടസ്റ്റന്റ്സുകാരെ ഈ കാർഡിനൽ ഡി അലൻ വിളിച്ചത് റിബൽസ് എന്നാണ്. ഈ റിബൽസ് പോപ്പിന്റെ അധികാരം അംഗീകരിക്കുകയും വേദപുസ്തകം മാത്രമേ അധികാരമുള്ളൂ എന്ന് അവർ പറയുന്നത് ഉപേക്ഷിക്കാതെ ഇങ്ങനെയുള്ള ഈ എക്യുമെനിസം അല്ലെങ്കിൽ സഭകളെ ഒന്നിപ്പിക്കുവാൻ കഴിയില്ല. ആലോചിച്ച് നോക്കിയേ, വേദപുസ്തകത്തിന്റെ ആധികാരിക അവർ ചോദ്യം ചെയ്യുന്നു. യേശുക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയുന്നത് അവർ ചോദ്യം ചെയ്യുന്നു. പ്രൊട്ടസ്റ്റന്റുകാർ അത് ഊന്നൽ കൊടുത്തത് കൊണ്ട് അവരെ അവർ വിളിക്കുന്ന പേര് റിബൽസ് എന്നാണ്. റിബൽസ് അവര് മറുതലിക്കുന്നവരാണ്. അവർ ഈ മറുതലിപ്പ് ഉപേക്ഷിക്കാതെ, പോപ്പിന്റെ അധികാരം അംഗീകരിക്കാതെ അവര് ഈ എക്യുമെനിസത്തിൽ ഇത് സംഭവിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നു. എന്നാൽ നമ്മൾ ഓർക്കുക, ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നു, സഭ മാറ്റപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് വായിക്കാം 17-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ദൂതൻ എന്നോട് പറഞ്ഞത്, നീ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഈ സ്ത്രീയുടെയും 7 തലയും 10 കൊമ്പും ഉള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിന്റെ മർമ്മവും ഞാൻ പറഞ്ഞു തരാം. 9-ാം വാക്യം. ഇവിടെ ജ്ഞാനബുദ്ധി കൊണ്ട് തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. അവ 7 രാജാക്കന്മാരുമാണ്. ഇവിടെ നോക്കാട്ടെ, 7 ഹിൽഡ് ദൈവം തന്നെ വെളിപ്പെടുത്തി ഈ മർമ്മം മഹദിയാം ബാബിലോൺ, അതായത് യേശു ക്രിസ്തുവായിട്ട് ബന്ധമില്ലാതെ, അത് ക്രിസ്തുവായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് ഈ സഭകളെല്ലാം കൂടെ ഒന്നിച്ചു വരുന്നതിന്റെ ശിരസ് എന്ന് പറയുന്നത് 7 മലകളുള്ള ഒരു പട്ടണമാണ്. സ്ത്രീ ഇരിക്കുന്നത് 7 മലയാകുന്നു. തല 7 എന്നാണ്. നമുക്കറിയാം, സഭയുടെ തല യേശുക്രിസ്തുവാണ്. സഭയുടെ തല യേശുക്രിസ്തുവാണ്. ആ തലയുടെ നിയന്ത്രണത്തിലാണ് സഭ പോകുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാണ്. എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, അതായത് അവസാനം ഹെഡ് ക്വാർട്ടേഴ്സ് റോമിലായി മാറും. പുരാതന കാലത്ത് മുദ്രയടിച്ച നാണയങ്ങൾ, കോയിൻസില് വളരെ എഴുതിയിട്ടുണ്ട്. റോമിന് അവർ പേര് കൊടുത്തിട്ടുണ്ട് ദ സിറ്റി ഓഫ് 7 ഹിൽസ്, 7 മലയുള്ള പട്ടണമെന്ന് പേര് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, റോമൻ റൈറ്റേഴ്സ്, പോയറ്റ്സ്, കവിതകൾ എഴുതിയവര്, എഴുത്തുകാരൊക്കെ ദ സിറ്റി ഓഫ് 7 ഹിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും നമ്മൾ നോക്കുക, അതിന്റെ 13-ാം വാക്യം. ഇവർ ഒരേ അഭിപ്രായമുള്ളവർ, തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിനും ഏൽപ്പിച്ചു കൊടുക്കും. നോക്കുക, ഈ ഭരണകർത്താക്കൾ മാത്രമല്ല, ഇവരും ഈ മർമ്മം മഹദിയാം ബാബിലോണും ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കും? ഇവർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ ഇതോട് ചേർത്ത്. കത്തോലിക്കര് ഒരു വെളിപ്പാട് പുസ്തകത്തിന്റെ കമന്ററി എഴുതിയിട്ടുണ്ട്, റോമൻ കാത്തലിക് കമന്ററി. അത് എഴുതിയിരിക്കുന്നത് ബെർണാഡ് എഫ് ലിയോനാർഡ് എന്ന് പറയുന്ന ആളാണ്. ബെർണാഡ് എഫ് ലിയോനാർഡ്. അദ്ദേഹം എഴുതിയ ബുക്കിന്റെ പേര് ദ ബുക്ക് ഓഫ് ഡെസ്റ്റിനി എന്നാണ്. അദ്ദേഹം ഈ വേശ്യയെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ദ ഗ്രേറ്റ് ഹാർലറ്റ്, എ സിറ്റി ഹൂസ് അപ്പോസ്റ്റസി ഫ്രം എ ട്രൂ ഫെയ്ത്ത്. യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയവളാണ് ഈ മഹാവേശി എന്ന് ഈ കത്തോലിക്ക കമന്ററിയിൽ പറഞ്ഞിട്ടുണ്ട്. That is a holy city of it may point to Rome. ഈ കത്തോലിക്ക കമന്ററിയില് ഈ പറയുന്ന
ഈ ഹാർലറ്റ് അല്ലെങ്കിൽ ഈ വേശ്യ എന്ന് പറയുന്നത് റോം ആണെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. മർമ്മം മഹദിയാം ബാബിലോൺ. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മള് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ റോമൻ കത്തോലിക്ക സഭ ഇന്ന് ഒരു ഒരു ഏക ലോക മതത്തിന് വേണ്ടി ഭയങ്കര ശ്രമം നടത്തുന്നുണ്ട്. ഞാൻ ചില കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തു. അതായത് പോപ്പ് പോൾ രണ്ടാമൻ 1989 പോപ്പ് ജോൺ രണ്ടാമൻ അദ്ദേഹം ഒരു യൂണിവേഴ്സൽ ചർച്ചിന് ആഹ്വാനം കൊടുത്തു. വേൾഡ് റിലീജിയൻ. അദ്ദേഹം ഇംഗ്ലണ്ടിലുള്ള ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട ആളാണ് കാൻറ്റർബറി ആർച്ച് ബിഷപ്പ്. കാൻറ്റർബറി ആർച്ച് ബിഷപ്പും അദ്ദേഹം കൂടെ കണ്ടു പോപ്പ് പോൾ രണ്ടാമനും. അന്നേരം ഈ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ്, അതായത് പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ ഒരു സഭയാണ് ആംഗ്ലിക്കൻ ചർച്ച്. ആംഗ്ലിക്കൻ ചർച്ചിന്റെ പ്രധാനപ്പെട്ട ആളാണ് ആർച്ച് ബിഷപ്പ് കാൻറ്റർബറി. കാൻറ്റർബറി ഒരു മോതിരം പൊക്കി കാണിച്ചു. കയ്യിൽ കിടക്കുന്ന ഒരു മോതിരം പൊക്കി കാണിച്ചു. ആ മോതിരം പോപ്പ് കൊടുത്ത മോതിരമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദിസ് ഈസ് നോട്ട് എ വെഡിങ് റിംഗ്, ബട്ട് ഇറ്റ് ഈസ് ആൻ എൻഗേജ്മെന്റ് റിംഗ്. ആംഗ്ലിക്കൻ സഭയും കത്തോലിക്ക സഭയും കൂടെ ഒന്നിക്കാനുള്ള ഒരു 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 റിങ്ങാണ് ഇതെന്ന് പറഞ്ഞ് അത് പൊക്കി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നമ്മൾ ഓർക്കണം, ഈ കാത്തലിക് ചർച്ച് ഒരു വേൾഡ് ഗവൺമെന്റിനും വേൾഡ്, അതായത് ഒരു യൂണിവേഴ്സൽ ചർച്ച്, മനുഷ്യൻ സമാധാനമായി ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ്. ഇനി വേറൊരു കാര്യം ഞാൻ പറയട്ടെ, കത്തോലിക്ക സഭയെ മാത്രം പറയുന്നത് തെറ്റാണ്. നിങ്ങൾ കേട്ട് കാണും വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ്, വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് ഓർഗനൈസ്, WCC, വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ്. ഇത് പ്രൊട്ടസ്റ്റന്റ് സഭകളുടേതാണ്. ഈ പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ ഒരു മീറ്റിംഗ് 48 ആംസ്റ്റർഡാമിൽ നടന്നു. അവർ പ്രഖ്യാപിച്ചു, വൺ ഓഫ് ഇറ്റ്സ് എയിം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയിലെ പ്രൊട്ടസ്റ്റന്റ്സുകാരെയും കത്തോലിക്കരെയും ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചിനെയും ഒരു ഓർഗനൈസേഷന്റെ കീഴിലാക്കണം. വേൾഡ് ക്രിസ്ത്യൻ കൗൺസിലിന്റെ പ്രഖ്യാപനമാണ്. ഇനി ഇതിന്റെ ഫലം ഞാൻ പറയാം. 2008 മാഡ്രിഡ് എന്ന് പറയുന്ന സ്ഥലത്ത്, സ്പെയിനിൽ മാഡ്രിഡിൽ പല മതങ്ങളും ഒന്നിച്ചുകൂടി നേതാക്കന്മാർ. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, സൗദി അറേബ്യയുടെ കിങ് അബ്ദുള്ള അതിൽ പങ്കെടുത്തു. 300-ലധികം ആളുകൾ അവിടെ പങ്കെടുത്തു. യഹൂദ റബിയുണ്ട്, സുവിശേഷ വിഹിത സഭകളുടെ ലീഡേഴ്സ് ഉണ്ട്, ആഫ്രിക്കയിൽ നിന്നുള്ള വടു ആരാധകരുണ്ട്, സിഖുകാര്, സൗരാഷ്ട്രിയൻസ് എന്ന് വേണ്ട മുസ്ലിങ്ങളും എല്ലാം പങ്കെടുത്ത ഒരു മീറ്റിംഗ് ആണ് 2008 ജൂലൈ മാഡ്രിഡിൽ നടന്നത്. അന്ന് അവിടെ കിങ് അബ്ദുള്ളയാണ് പ്രധാന അതിഥിയായി കാര്യങ്ങൾ നിയന്ത്രിച്ചത്. അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ കുറിച്ചെടുത്തു. We all believe in one God who sent messengers for the good of humanity in the world and hereafter. നമ്മൾ എല്ലാവരും ഒരു ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നു. മനുഷ്യന്റെ മധ്യത്തിലേക്ക് മെസ്സഞ്ചേഴ്സ്, ദൂതന്മാരെ അയച്ച് ലോകത്തിൽ അതിന്റെ നന്മയ്ക്ക് വേണ്ടി അവരെ അയച്ചു. അപ്പോൾ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന വൺ ഗോഡ്, വി ഓൾ ബിലീവ് ഇൻ വൺ ഗോഡ്, നമ്മൾ എല്ലാവരും ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു. ആ ദൈവം മെസ്സഞ്ചേഴ്സിന് ദൂതുമായിട്ട് ദൂതന്മാരെ നമ്മുടെ മധ്യത്തിൽ അയച്ചു. അപ്പോൾ ഓരോ മതത്തിൽ കാണുന്ന നേതാക്കന്മാരെ അയച്ചിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് പറയുന്നത് ശ്രദ്ധിക്കുക, തീർന്നില്ല. 2019 വളരെ പ്രാധാന്യത അർഹിക്കുന്നു. നിങ്ങളിൽ പലരും ആ ന്യൂസ് ശ്രദ്ധിച്ചു. 2019 പോപ്പ് ഫ്രാൻസിസ്, ഇപ്പോൾ ഭരിക്കുന്ന പോപ്പ് ഫ്രാൻസിസ്, 2019 ഫെബ്രുവരി മാസത്തിൽ അദ്ദേഹം അബുദാബി വിസിറ്റ് ചെയ്തു. 2019 ഫെബ്രുവരിയിൽ അബുദാബി വിസിറ്റ് ചെയ്തു. അബുദാബി വിസിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ഗ്രാൻഡ് ഇമാം അഹ്മദ് അൽ തയ്യിബിനെ കണ്ടുമുട്ടി. അതായത് മുസ്ലിങ്ങളുടെ തലവനായ ഗ്രാൻഡ് ഇമാം അഹമ്മദിനെ കണ്ടു.
എന്നാൽ അത് കണ്ടിട്ട് അവരൊരു ഡോക്യുമെന്റ് ഒപ്പിട്ടു. ആ ഡോക്യുമെന്റ് ഒപ്പിട്ടു, ഹ്യൂമൻ ഫ്രാറ്റർനിറ്റി ഫോർ വേൾഡ് പീസ് ആൻഡ് കമ്മിങ് ടുഗദർ. ലോകത്തിൽ ഒന്നിച്ച ആളുകളെ കൊണ്ടുവരുവാൻ സമാധാനത്തിന് വേണ്ടി പോപ്പ് ഫ്രാൻസിസും അതുപോലെ ഗ്രാൻഡ് ഇമാമായ അഹ്മദും 2019 ഒപ്പുവെച്ചു. ഇത് വെച്ച് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. 2020 വേറെ ഒരു ഒപ്പുവെക്കുകയാണ്. എന്താ ഒപ്പുവെച്ചെന്നറിയാമോ? അബ്രഹാം അക്കോർഡ്. അതായത് ഇസ്രയേൽ രാഷ്ട്രവും അബുദാബിയും കൂടെ അതെ, UAE ഗവൺമെന്റും ഇസ്രയേലുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി. ആ ഉടമ്പടിയുടെ പേര് അബ്രഹാം അക്കോർഡ്. യാതൊരു നയതന്ത്ര ബന്ധവുമില്ലായിരുന്നു. നമ്മൾ ഓർക്കണം, 2019 പോപ്പ് ഫ്രാൻസിസും മുസ്ലിങ്ങളുടെ പ്രധാന ഗ്രാൻഡ് ഇമാമും തമ്മിൽ ഒരു ഒപ്പുവെച്ചു 2019. അതായത് മാനവരാശിയെ ഒന്നിച്ചു കൊണ്ടുവരണം, അവര് സമാധാനത്തിനും ഒന്നിക്കുന്നതിനും വേണ്ടി ഒന്നിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഒരു ഉടമ്പടി ഒപ്പിട്ടു. ആ ഉടമ്പടി ഒപ്പിട്ട ശേഷം 2020 ആയപ്പോൾ ഇസ്രയേലും അബുദാബി UAE ഗവൺമെന്റുമായിട്ട് അബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞൊരെണ്ണം ഒപ്പുവെച്ചു. ഇവിടെ കൊണ്ട് തീർന്നില്ല. ഈ പോപ്പും ഈ ഗ്രാൻഡ് ഇമാമും കൂടെ ഒപ്പുവെച്ചതിന്റെ ഫലമായി 2023, നമ്മളൊന്ന് ആലോചിക്കണം, 2023 മാർച്ച് മാസം 1-ാം തീയതി അബുദാബിയില് വേറെ ഒരു സംഭവം നടന്നു. അബുദാബിയിലെ ഒരു ദ്വീപില് നിങ്ങളിൽ ചിലര് കണ്ടു കാണും, അബ്രഹാമിക് ഫാമിലി ഹൗസ്, അബ്രഹാമിന്റെ കുടുംബ വീടെന്ന് പറഞ്ഞ് 3 മതങ്ങൾ ഒന്നിച്ചുള്ള, അതായത് ക്രിസ്ത്യാനികൾക്ക് ആരാധിക്കാൻ ഒരു ദേവാലയം, മുസ്ലിങ്ങൾക്ക് ആരാധിക്കാൻ ഒരു മോസ്ക്, യഹൂദന് ആരാധിക്കാൻ ഒരു സിനഗോഗ്, ഇത് 3ഉം സെപ്പറേറ്റ് ആയിട്ട് അബുദാബിയിലുള്ള ഒരു ദ്വീപില് സാദിയാത്ത് ഐലൻഡ്, അബുദാബിയിലെ സാദിയാത്ത് ഐലൻഡില് പണി കഴിച്ച് 2023 മാർച്ച് 1 അത് ഓപ്പൺ ചെയ്തു. മതങ്ങളെ ഒന്നിപ്പിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പോപ്പ് ഫ്രാൻസിസും മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട ഇമാമും കൂടെ 2019 ഒപ്പുവെച്ചു. അടുത്ത വർഷം ഇസ്രയേലും UAE ഗവൺമെന്റുമായിട്ട് അബ്രഹാം അക്കോർഡ് സൈൻ ചെയ്തു. 2023 ആയപ്പോൾ അബുദാബിയിലുള്ള സാദിയാത്ത് ഐലൻഡ് എന്ന് പറയുന്ന ദ്വീപിൽ മുസ്ലിങ്ങൾക്കും യഹൂദനും ക്രിസ്ത്യാനികൾക്കും ആരാധിക്കാനായിട്ട് ഈ 3 മോസ്ക്, സിനഗോഗ്, ക്രിസ്ത്യ പള്ളി ഒന്നിച്ച് പണിതുയർത്തി അവിടെ ജനങ്ങൾ ഇന്ന് സന്ദർശിക്കുന്നു, പ്രാർത്ഥന നടത്തുന്നു. അത് 2023 ഫോർ ഇന്റർഫെയ്ത്ത് ഹാർമോണിയസ് കോ എക്സിസ്റ്റൻസ്, അന്യോന്യമുള്ള മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിനും ഒന്നിച്ച് സമാധാനത്തിനും മുന്നോട്ടുള്ള പോക്കിനും വേണ്ടി പോപ്പും അതുപോലെ ഗ്രാൻഡ് ഇമാം മുഫ്തിയും കൂടെ ഒപ്പുവെച്ചതിന്റെ ഫലമായി ഉണ്ടായിരിക്കുന്ന ഡെവലപ്മെന്റ് ആണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, തീർന്നില്ല. അതായത് അസോസിയേറ്റഡ് പ്രസ് എന്ന് പറയുന്ന ഈ വാർത്തകളെ നോട്ട് ചെയ്യുന്നവര്, ഒരു പ്രസ്സുകാര് ചില വാർത്തകൾ പ്രസിദ്ധീകരിച്ചു. അത് കോട്ട് ചെയ്തത് ഞാനും അത് സൂക്ഷിച്ച് അത് എഴുതിയെടുത്തു. അതായത് അത് ടൈം മാഗസിനിലും ഈ വാർത്തകൾ വരികയുണ്ടായി. ടൈം മാഗസിനകത്ത് അതായത് എല്ലാ മതങ്ങളും കൂടെ ഉള്ള ഒരു മീറ്റിംഗ് പോപ്പ് ജോൺ പോൾ II നടത്തി. അതിനകത്ത് ദലൈലാമയുണ്ട്, അതായത് ടിബറ്റിയൻ ബുദ്ധിസ്റ്റിന്റെ തലവനാണ്. അതുപോലെ അതിനകത്ത് ഹിന്ദു ഗുരുക്കളുണ്ട്, ബുദ്ധിസ്റ്റ് സന്യാസിമാരുണ്ട്, ലിബറൽ പ്രൊട്ടസ്റ്റന്റ്സ് ഉണ്ട്, ക്ലെർജിമെൻസ് ഫ്രം ഗ്രേറ്റ് ബ്രിട്ടൻ ഉണ്ട്. എന്നിട്ട് അവിടെ പ്രഖ്യാപിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, അറ്റ് ദ മീറ്റിംഗ് ഇൻ അസീസിയിൽ നടന്ന മീറ്റിംഗിൽ പ്രഖ്യാപിച്ചതാണ് പ്രാധാന്യത. പോപ്പ് പ്രഖ്യാപിച്ചു that there are many paths to God. ദൈവത്തെങ്കിലേക്ക് പല വഴികളുമുണ്ട്. ദൈവത്തെങ്കിലേക്ക് പല വഴികളുണ്ട്. നാം ഊന്നി പറയുന്നു,
ബൈബിള് തീർത്ത് പറയുന്നു, ഞാനല്ലാതെ വേറെ ഒരു വഴിയില്ല, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും എൻ്റെ പിതാവിന്റെ അടുക്കൽ വരില്ല. എന്നാൽ പോപ്പ് പ്രഖ്യാപിച്ചു, there are many paths to God. ദൈവത്തിങ്കിലേക്ക് അനേക വഴികളുണ്ട് എന്ന് പറയുകയുണ്ടായി. അദ്ദേഹം ഈ പോപ്പ് ആഫ്രിക്കയിലുള്ള വഡു വർഷിപ്പേഴ്സ്, അത് പ്രാധാന്യത ആയിട്ട് ഇവര് അസോസിയേറ്റഡ് പ്രസ് ന്യൂസ് കൊടുത്തു. ഈ പോപ്പ് വഡു ബിലീവേഴ്സ്, ആഫ്രിക്കയിലുള്ള വഡു ബിലീവേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ആൻസെസ്റ്റേഴ്സ് മരിച്ചുപോയവരെ ആരാധിക്കുന്നു, പാമ്പിനെ ആരാധിക്കുന്നു, പാമ്പിനെ കൊണ്ട് റൈച്വൽസ് ഒക്കെ ഉണ്ട്. അവരുമായിട്ട് ഒന്നിച്ച് ആരാധന നടത്തി, പ്രാർത്ഥന നടത്തി. പോപ്പ് പ്രഖ്യാപിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണ്ട. നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ, ക്രിസ്തീയ ആരാധനകൾ നടത്താൻ നിങ്ങൾ ഉപേക്ഷിക്കണ്ട. നിങ്ങളുടെ ആൻസെസ്ട്രൽ ഫെയ്ത്ത്, നിങ്ങളുടെ പാരമ്പര്യമായ വിശ്വാസ പ്രമാണങ്ങൾ നിങ്ങൾ വെച്ചു പുലർത്തിക്കോ. ഈ വഡു പ്രീസ്റ്റുകളോട് ചേർന്ന് പോപ്പ് പ്രാർത്ഥന നടത്തിയപ്പോൾ ഈ വടുക്കള് പറഞ്ഞു, ഞങ്ങള് ജീവനുള്ള ഒരു ദൈവത്തെ കണ്ടു എന്ന് ഈ പാമ്പിനെ ആരാധിക്കുന്ന, മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആരാധിക്കുന്ന വടുക്കളോട് പറഞ്ഞു, നിങ്ങളുടെ ഈ വിശ്വാസ പ്രമാണമൊന്നും നിങ്ങൾ ഉപേക്ഷിക്കേണ്ട എന്ന് പോപ്പ് പറയുകയുണ്ടായി. എന്തിനാ ഞാനിത് പറഞ്ഞത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുന്ന കാലയളവിൽ നോക്കുക, ഈ മതങ്ങളെല്ലാം കൂടെ ഒന്നിക്കാനുള്ള തടസ്സം ഉപദേശങ്ങളാണ്, വേദപുസ്തകത്തിന്റെ ആധികാരികയാണ്. ഈ വേദപുസ്തകത്തിന്റെ ആധികാരിക വിട്ടുകളയാനായിട്ട് ആവശ്യപ്പെടുന്നു. വേദപുസ്തകം മാത്രം പിടിച്ചിരിക്കുന്ന പ്രൊട്ടസ്റ്റന്റ്സിനെ അവർ വിളിക്കുന്ന പേര് റിബൽസ് എന്നാണ്, മറുതലിപ്പുള്ളവർ. അവര് ഈ മറുതലിപ്പ് അവസാനിപ്പിച്ച് പോപ്പിന്റെ കീഴിൽ വരണം എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ഞാന് ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ഈ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം ഒന്ന് എടുക്കാം. ഞാൻ ഇന്നും ഓർക്കുന്നു, ഞാന് ഈ മർമ്മം മഹ്ദിയാൽ ബാബിലോണെ കുറിച്ച് ഞാൻ ആയിരുന്ന സലസഭയിൽ പ്രസംഗിച്ചപ്പോൾ ഒരു മഠത്തിലെ അമ്മയായിരുന്ന ഒരു നൺ എന്നെ കാണണം എന്ന് പറഞ്ഞ് അവരും ഭർത്താവും കൂടെ, അവര് പിന്നീട് വിവാഹിതയായി, ഭർത്താവും കൂടെ എന്നെ കാണാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന ശേഷം അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ചില സത്യങ്ങൾ എൻ്റെ കണ്ണുകൾ തുറന്നു. ഒന്ന് യോഹന്നാൻ 10:16. ആ വാക്യം ഞാനൊന്ന് വായിക്കാം. ഇവിടെ കഥ പറഞ്ഞ വാക്കാണ്. കഥ പറഞ്ഞു, ഒരു ആട്ടിൻകൂട്ടവും ഒരിടയനുമാകും. One flock and one shepherd. യേശുക്രിസ്തു യഹൂദനെയും ജാതികളെയും ഒരു ആട്ടിൻകൂട്ടമാക്കി തീർക്കുന്ന ദൈവസഭയുടെ ചിത്രമാണ് ഇവിടെ കർത്താവ് എടുത്ത് പറഞ്ഞത്. എന്നാൽ ഈ കാത്തലിക് നണ്ണായിരുന്ന സഹോദരി എന്നോട് പറഞ്ഞു, അവരെ പഠിപ്പിച്ചിരിക്കുന്നത് ഈ പ്രൊട്ടസ്റ്റന്റ്സും ഈ കാത്തലിക്സും എല്ലാം പോപ്പിന്റെ കീഴിൽ വരും, പോപ്പിന്റെ അധികാരത്തിന്റെ കീഴിൽ വരും. പോപ്പിന്റെ കീഴിൽ വരുമ്പോൾ ഒരു ആട്ടിൻകൂട്ടവും ഒരു ഇടയനുമാകും. പോപ്പ് ഇടയനായി പോപ്പിന്റെ കീഴിൽ വരും. നമ്മൾ നേരത്തെ ചിന്തിച്ചു, വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, തലയേഴും സ്ത്രീ ഇരിക്കുന്ന 7 മലയാണ്. അത് വളരെ വ്യക്തമായി ഓർക്കുക, തലയേഴും സ്ത്രീ ഇരിക്കുന്ന 7 മലയാണ്. 7 ഹിൽഡ് സിറ്റി എന്ന് പറയുന്ന റോമാണ്. റോം വിശ്വസിക്കുന്നു ഈ പ്രൊട്ടസ്റ്റന്റ്സുകാരെ തിരിച്ചു കൊണ്ടുവരണം, മറ്റു മതങ്ങളെ തിരിച്ചു കൊണ്ടുവരണം. എന്നാൽ തടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇതിന് മുന്നോട്ട് പോകുവാൻ വേഗതയില്ലാത്തത് ഈ പരിശുദ്ധാത്മാവ് തടസ്സപ്പെടുത്തുമ്പോഴാണ്. എന്നാൽ ഉത്പ്ലാവനത്താൽ പരിശുദ്ധാത്മാവ് ആ സമയത്ത് ഇവിടെ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ കണ്ടതുപോലെ ഒരു ശിരസിന്റെ കീഴിൽ കടന്നു വരും ഈ മതങ്ങളെല്ലാം. നമ്മൾ ഓർക്കണം, ക്രിസ്തീയ മതങ്ങൾ മാത്രമല്ല, ഇന്ന് ഇസ്ലാമിക് മതങ്ങളായിട്ട്, ഹിന്ദു മതമായിട്ട്, വടുക്കളായ ആരാധകരോടുള്ള ബന്ധത്തില് ബുദ്ധിസ്റ്റുകളോടൊക്കെ ഇന്ന് ഡയലോഗുകൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്തിനു വേണ്ടി? ഒരു ഹാർമോണിയസ്, അതായത് സമാധാനപൂർണമായ ഒരു ഭരണം നടത്തുന്നതിന് വേണ്ടി, ഒരു
ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടി. നമ്മൾ വെളിപാട് ദിവസം 17-ാം അധ്യായത്തിൽ കണ്ട ആ ചിത്രം, അതിൻ്റെ വിശദമായൊരു പഠനം ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുത്തുകൊള്ളാം. എന്നാൽ അതിൻ്റെ 17-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, 7 കലശമുള്ള ദൂതൻ ഒരുത്തൻ എന്നോട് വരിക, ഭൂമിയിൽ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായ പെരുവെള്ളത്തിന്മീത ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. 3-ാം വാക്യം, അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമം നിറഞ്ഞ കടുഞ്ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്ന ഞാൻ കണ്ടു. ഈ സ്ത്രീ, അതായത് ഈ മതസംഹിത, ആരെയാണ് നിയന്ത്രിക്കുന്നത്? ഈ മൃഗത്തിന്റെ മുകളിലാണ്. മൃഗത്തിന്റെ മുകളിലാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ മൃഗത്തെ നിയന്ത്രിക്കുകയാണ് ഈ സ്ത്രീ. ഈ സ്ത്രീ ആരാണ്? നീ കണ്ട സ്ത്രീ, നമ്മൾ കണ്ടു, തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാണ്, റോമാണ്. അതായത് സഭ മാറ്റപ്പെട്ട ശേഷം പുരാതന റോമൻ സാമ്രാജ്യത്തെ നിയന്ത്രിക്കുന്നത് റോമൻ മതമായി മാറുമെന്ന്, പോപ്പായിരിക്കുമെന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മൾ തിരുവചനത്തിലൂടെ കാണുന്നുണ്ട്. കർത്താവ് മടങ്ങി വന്നു കഴിഞ്ഞാൽ 2 പേരെ പിടിച്ചു കെട്ടി അവരെ നിത്യനരകത്തിലേക്ക് തെള്ളിക്കളയും. നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് 19-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് മൃഗത്തെയും കള്ളപ്രവാചകനെയും, അതെ, 19-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളെ മനുഷ്യരെ ചതിച്ച മൃഗത്തിന്റെ മുദ്ര ഏൽക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകത്ത് തീപ്പുകയിൽ തള്ളിയിടും. മൃഗമെന്ന് പറയുന്നത് നമുക്കറിയാം, പുരാതന റോമൻ സാമ്രാജ്യം എഴുന്നേറ്റ് വരുന്നതാണ്. വളരെ വ്യക്തമായി ദാനിയേൽ 9:27 വായിക്കുന്നുണ്ട്. AD 70 യെരുശലേം നശിപ്പിക്കുന്നത് വരാനിരിക്കുന്ന പ്രഭുവിന്റെ പടജ്ജനമാണ്. വരാനിരിക്കുന്ന പ്രഭുവിന്റെ പടജ്ജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അപ്പോൾ AD 70 ആ യെരുശലേമിനെയും ദേവാലയത്തെ നശിപ്പിച്ചത് റോമൻ പടയാളികളാണ്. അപ്പോൾ വരാനിരിക്കുന്ന പ്രഭു, അതായത് എതിർ ക്രിസ്തു എവിടെ നിന്നാണ്? അവിടെ നിന്ന് വരണം. ആ ഭരണകർത്താവാണ് നമ്മൾ കണ്ടത്. ഈ മൃഗം, 10 കൊമ്പുള്ള മൃഗം, ആ മൃഗത്തിന്റെ മുകളിൽ ഈ സ്ത്രീ ഇരിക്കുകയാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഈ മൃഗത്തെ നിയന്ത്രിക്കുന്നത് സ്ത്രീയാണ്. മതവും രാഷ്ട്രം കൂടെ ഒന്നിച്ചുള്ള ഒരു ഭരണകാലം. സഭ മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ഇത് ഒന്നിക്കും. ഇന്ന് നമുക്കറിയാം, നേരത്തെ നമ്മൾ പഠിച്ചു ദ്വൈതര സഭയുടെ ദൂതില്, റോമൻ കാത്തലിക് ചർച്ച് എന്നും ഭരിക്കുവാനുള്ള ആഗ്രഹത്തിൽ രാജാക്കന്മാരെ നിയമിക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്തവരാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇന്നത്തെ പോപ്പ് ഫ്രാൻസിസ്, പ്രിയപ്പെട്ട നിങ്ങളോട് പറയട്ടെ, എത്രയോ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു കഴിഞ്ഞു. ഏതാണ്ടൊരു കണക്ക് പറയുന്നത്, he visited around 85 countries. 85 രാജ്യങ്ങളിൽ പോയി അവിടെ ഒരു ഏക മതവും ഏക ലോകവും, അതായത് ഒരു വൺ ഗവൺമെന്റ് വേണം എന്ന് റോമൻ കാത്തലിക് ചർച്ചിന്റെ അജണ്ടയിൽപ്പെട്ടതാണ്. ഒരു ഏക ലോകം വേണമെന്നുള്ളത് അവരുടെ അജണ്ടയിൽപ്പെട്ടതാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രോട്ടസ്റ്റന്റ് അപ്പോസ്റ്റസിയും ഉണ്ടായിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. അതായത് വളരെ വ്യക്തമായി പൗലോസ് രേഖപ്പെടുത്തി, കാലം അതിന്റെ അന്ത്യത്തിലേക്ക് വരുമ്പോൾ 2 വാക്യം ഞാൻ വായിച്ചോട്ടെ. 1 തിമോഥെയോസ് 4-ാം അധ്യായം ദൈവവചനത്തെ മുറുകെ പിടിച്ച പ്രോട്ടസ്റ്റന്റ് സഭകളെ കുറിച്ചാണ്. ആ സഭകളുള്ള ബന്ധത്തിൽ പൗലോസ് വ്യക്തമായി രേഖപ്പെടുത്തി. 1 തിമോഥെയോസ് 4:1, ഭാവി കാലത്ത്, ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇൻ ദ ലേറ്റർ ഡേയ്സ്, ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും, വിശ്വാസ പ്രമാണങ്ങൾ ത്യജിക്കും. 2 തിമോഥെയോസ് 4 എടുത്താട്ടെ. 2 തിമോഥെയോസ് 4-ാം അധ്യായം 3-4 വാക്യം,
അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തോണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെ ചെയ്യുന്ന കാലം വരും. സത്യത്തിന് ചെവി കൊടുക്കില്ല, കെട്ടുകഥകൾ കേൾക്കാൻ ചെവി തിരിയും. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ വേദപുസ്തകം പിടിച്ചുകൊണ്ടിരുന്ന പ്രൊട്ടസ്റ്റന്റ്സ് നമ്മൾ കാണുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ ആളുകളില്ല, ആളുകൾ സഭ വിട്ടു പോവുകയാണ്. ഞാന് ഒരു സർവേ റിപ്പോർട്ട് ഞാന് കുറിച്ചു വെച്ചിട്ടുണ്ട്. 1982 ചില വർഷങ്ങൾക്ക് മുമ്പാണ്, 82 അമേരിക്കയിലുള്ള ജെഫ്രി ഹാർഡൻ എന്ന് പറയുന്ന ആള് നോർത്ത് അമേരിക്കയിലെ 10,000 പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റേഴ്സിനെ ഇന്റർവ്യൂ ചെയ്തു, ക്വസ്റ്റ്യൻ ആൻസർ അയച്ചു. 10,000 പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റേഴ്സ്. ഓർക്കണം, പ്രൊട്ടസ്റ്റന്റ് സഭകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ്. അവരോട് ചോദിച്ച ചോദ്യവും മറുപടിയും ഞാൻ ഏതാനും 3 ഞാൻ പറയാം. അദ്ദേഹം ചോദിച്ചു, ഡു യു ബിലീവ് ജീസസ് ക്രൈസ്റ്റ് വാസ് ഗോഡ്? യേശുക്രിസ്തു ദൈവമാണോ എന്ന് വിശ്വസിക്കുന്നോ എന്ന് 10,000 പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റേഴ്സിനോട് ചോദിച്ചപ്പോൾ അമേരിക്കയിൽ 45% പറഞ്ഞു നോ. യേശുക്രിസ്തു ദൈവമാണെന്ന് ഏതാണ്ട് പകുതി പേരും വിശ്വസിക്കുന്നില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വേദപുസ്തകം ദൈവശ്വാസീയമാണോ, യേശുക്രിസ്തു ദൈവപുത്രനാണോ എന്ന് ചോദിച്ചപ്പോൾ 80% നോ എന്ന് പറഞ്ഞു. അടുത്തത്, യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തുവെന്ന് നിങ്ങൾ വാസ്തവത്തിൽ വിശ്വസിക്കുന്നു? 36% പറഞ്ഞു ഇല്ല. ഞാൻ എന്തിനാ ഇത് വായിച്ചത്? വളരെ വ്യക്തമായി തിമോത്തിയോസിന് പൗലോസ് എഴുതി, കാലം അതിന്റെ അന്ത്യത്തിൽ എത്തുമ്പോൾ പഥ്യോപദേശം ത്യജിക്കും. പിന്നെ അവർക്ക് എന്താ വേണ്ടിയത്? ചെവിക്ക് ഇഷ്ടമായത് കർണരസമാകുമാറ് പ്രസംഗിക്കുന്നവരെ, ഉപദേശകന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുന്ന കാലം വരികയും ചെയ്യും. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. നമുക്ക് അടുത്ത ആഴ്ചയൂടെ നമുക്കിതിനെ കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഞാനപ്പോൾ 17-ാം അധ്യായത്തിന്റെ ഡീറ്റെയിൽ എടുക്കാൻ തുനിയുകയാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഉൽപ്രാവണം കഴിയുമ്പോൾ ക്രിസ്തീയ സഭകൾ ഒന്നിക്കും. ക്രിസ്തീയ സഭകൾ മാത്രമല്ല, മറ്റ് മതങ്ങളും ഒന്നിക്കും. അതിന് നേതൃത്വം കൊടുക്കുന്നത് കള്ളപ്രവാചകൻ. ആ കള്ളപ്രവാചകനെ ഐഡന്റിഫൈ ചെയ്ത് തന്നു. റോമിന്റെ കീഴിൽ മതങ്ങളെല്ലാം വരും. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഓർത്തതുപോലെ അബുദാബിയിലെ അബ്രാഹാമിക് ഫാമിലി ഹൗസ് എന്ന് പറഞ്ഞ് 3 മതങ്ങളുടെ ഒരു ആരാധന സ്ഥലം ഒരുക്കിയെടുത്തു. ലോകം സമാധാനത്തിനും ഒന്നിച്ചു വരുന്നതിനും വേണ്ടി ആലോചന നടത്തി കാര്യങ്ങൾ ഒരുക്കി. നമ്മൾ ഇന്ന് കാണുന്ന വലിയ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കാത്തലിക്സും പ്രൊട്ടസ്റ്റന്റ്സും വടുക്കളും ആയ ആഫ്രിക്കയിലെ ആരാധകരും ദലൈലാമയും അതായത് ബുദ്ധിസ്റ്റുകളും ഇങ്ങനെയുള്ള സഭകളെല്ലാം കൂടെ ഒന്നിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടു. എക്യുമിനിസത്തിലും വേൾഡ് ക്രിസ്ത്യൻ കൗൺസിലും ആരംഭിച്ചു കഴിഞ്ഞതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം, തടുക്കുന്നു. ഈ വിഷയത്തെ തടുത്തുകൊണ്ടിരിക്കുന്നു പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ദൈവജനത്തിൽ വെളിപ്പെടുത്തിയതുപോലെ നമ്മൾ കാണുന്നത് പോലെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സഭകൾ ഒന്നിച്ച് മർമ്മം മഹദിയം ബാബിലോൺ, ക്രിസ്തുവുമായിട്ട് ബന്ധമില്ലാത്ത ആ സഭയെ ഒന്നിച്ച് അന്തിക്രിസ്തുവിന്റെ മണവാട്ടിയായിട്ട് തീരുമെന്നുള്ളത് വചനം പറയുന്നു. നാം ഇന്ന് അതിന്റെ ആരംഭം കണ്ടു കഴിഞ്ഞു. ഉൽപ്രാവണം എപ്പോൾ നടക്കുന്നു, അതിന്റെ ശേഷം ഈ കാര്യങ്ങൾ നടക്കുവാൻ കൃത്യമായി കാര്യങ്ങൾ ഒരുക്കപ്പെട്ടു. നമ്മൾ വളരെ ഭക്തിയോടും ഉണർന്നും ജീവിക്കാൻ ദൈവം ഇടയാക്കട്ടെ. ഒരു ക്ലാസ് കൂടെ ഈ 17-ാം അധ്യായത്തെ കുറിച്ച് ഞാൻ എടുത്തിട്ട് അവസാനിപ്പിച്ചു കൊള്ളാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.